ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ എന്താണ് EDP? EDPക്ക് പെർഫ്യൂമുള്ള സ്വാധീനം എന്താണ്? കുറച്ചു പേർക്കെങ്കിലും എൻ്റെ കഴിഞ്ഞ വീഡിയോസുകൾ കണ്ടപ്പോൾ EDPയെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. EDP പെർഫ്യൂമിനുള്ള സ്വാധീനം എന്താണ്? എന്തുകൊണ്ടാണ് EDP ലാസ്റ്റ് ചെയ്യുന്നത്? കാരണം പെർഫ്യൂമിന്റെ ആകെ അളവിന്റെ 20 മുതൽ 40% വരെ ഫ്രാഗ്രൻസ് ഓയിലുകളാണ് ഉപയോഗിക്കാറുള്ളത്. അത്തരത്തിലുള്ള ഒരു ഫോർമുലയാണ് EDP ഉപയോഗിക്കുന്നത്. ഇത് ഒരു വേൾഡ് വൈഡ് ഫോർമുലയാണ്. ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഫോർമുലകൾ ആണ് പെർഫ്യൂം കമ്പനികൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ പെർഫ്യൂം മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ പെർഫ്യൂം അളവിന്റെ, അതായത് 100 മില്ലി ആണെങ്കിൽ അതിന്റെ 20 മുതൽ 40% ഇതിന്റെ ഇടയിലുള്ള അളവാണ് EDP അവർ എസൻഷ്യൽ ഓയിൽ, സിന്തറ്റിക് ഓയിൽ, മറ്റു കെമിക്കലുകളൊക്കെ ഉപയോഗിച്ചു വരുന്നത്. പരമാവധി ഇതിന്റെ മിഡിൽ നോട്ട്സും ബേസ് നോട്ടും അപാരമാണ്. കാരണം ഈ EDP എന്ന ആ ഒരു ഫോർമുലയിൽ അത്യാവശ്യം 3 നോട്ട്സും നിർബന്ധമാണ്. അല്ലാതെ EDP ലേബലിൽ ഒരിക്കലും വരില്ല. നമ്മളുടെ മിഡിൽ നോട്ട്സ് ഇതിൽ 2 അതിലധികമോ ഫ്രാഗ്രൻസുകൾ ഉണ്ടാകാം. അതേപോലെ ബേസ് നോട്ടിൽ 2 അതിലധികമോ ഫ്രാഗ്രൻസുകൾ ഉണ്ടാക്കാം. പിന്നെ ഇതിന്റെ ഫിക്സറ്റീവും ബ്ലെൻഡറും മോഡിഫയറും ഒക്കെ അത്യന്താവശ്യമായ അപാരമായ ഒരു കെമിക്കലുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് EDP അത്യാവശ്യം ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളും പരമാവധി നിങ്ങൾ പെർഫ്യൂം തിരഞ്ഞെടുക്കുമ്പോൾ EDP ലേബലുള്ള പെർഫ്യൂം തിരഞ്ഞെടുക്കാൻ നോക്കണം. നിങ്ങൾക്കിപ്പോൾ EDPയുടെ പ്രാധാന്യം എന്താണ്, EDP എന്തുകൊണ്ട് EDP എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ്, ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നോട് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കും നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യുമ്പോൾ ചില സപ്പോർട്ടുകളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ എനിക്ക് ആവശ്യമാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല പെർഫ്യൂമിനെ കുറിച്ചുള്ള അറിവുകളായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. പരമാവധി വീഡിയോസുകൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.